ആളുകൾ മുമ്പോട്ട് വരുന്നത് നമ്മുടെ കൂടെ നിൽക്കാനല്ല, ഇച്ചിരൂടെ തുറന്നങ്ങ് പറഞ്ഞാൽ നമുക്ക് വോട്ട് പിടിക്കാനല്ല, അവര് യേശുവിന്റെ കൂടെ പോകാനാ. അവര് നമ്മളെ അനുഗമിക്കാനല്ല, അവർ യേശുവിനെ അനുഗമിക്കാനാ. അവര് നമ്മുടെ ഫാൻസ് അസോസിയേഷൻ ആകാനല്ല, അവർ യേശുവിന്റെ വർഷിപ്പേഴ്സ് ആകാനാ, യേശുവിന്റെ ഫോളോവേഴ്സ് ആകാനാ. കേരളത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനാണ് VD സതീശൻ. ഞാൻ ഇപ്പൊ വീട്ടിലിരിക്കില്ലേ, അതുകൊണ്ടെല്ലാം നോക്കും. അപ്പൊ VD സതീശൻ ഒരു 10 മിനിറ്റ് പ്രസംഗിച്ചാൽ 2 ലക്ഷം പേരൊക്കെയാ അത് ഒരു ദിവസം ആവുമ്പോഴത്തേനും കേൾക്കുന്നത്. അത്രയ്ക്ക് ഫോളോവേഴ്സ് ആയി കഴിഞ്ഞു ആ മനുഷ്യന്. അദ്ദേഹം പറഞ്ഞു ഒരു വാക്ക് ഇതിനിടെ ഞാനൊന്ന് ചേർക്കുക. ജനാധിപത്യം ലോകത്തിലെ മഹത്തായ ഭരണ സംവിധാനമാണ്. എന്നാൽ ഈ ജനാധിപത്യത്തിനിടയ്ക്ക് സ്വേച്ഛാധിപത്യത്തിന്റെ അല്ലെങ്കിൽ ഏകാധിപത്യത്തിന്റെ കോവേണികൾ ചാരി വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അത് തള്ളി മറിച്ചിടുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ജോലി. അത് ഞാൻ നന്നായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്തൊരു ചിന്തയുണ്ട്. ജനാധിപത്യത്തിനിടയില് സ്വേച്ഛാധിപത്യത്തിന്റെ കോവേണികൾ ചാരി വെച്ചിട്ടുണ്ട്. ക്രിസ്തീയ ശുശ്രൂഷയുടെ ഇടയിലും ഈ തന്നെത്താൻ ഉയർത്താനുള്ള സ്വയം ആരാധന സ്വീകരിക്കാനുള്ള കോവേണി ചാരി വെച്ചിട്ടുണ്ട്. അതാണല്ലോ സാത്താനും പറ്റിയത്. അപ്പൊ എന്നിലേക്ക് ശ്രദ്ധ പിടിച്ചു പറ്റുക, ഞാൻ ഏതാണ്ട് ആളാവുക എന്ന സംഭവം എവിടെ തുടങ്ങുന്നോ അവിടെ പിശാച് വാഴ്ച ആരംഭിക്കുകയാണ്. യോഹന്നാൻ സ്നാപകന്റെ ഏറ്റവും വലിയ നേട്ടം എന്നാന്ന് ചോദിച്ചാൽ അവൻ വളരണം, ഞാൻ കുറയണം. അപ്പോ അതിനകത്തെ പ്രധാന പോയിന്റ് എന്നാന്ന് ചോദിച്ചാൽ അവൻ വളരുക എന്നുള്ളതാണ്. അവൻ വളരാൻ വേണ്ടി ഞാൻ കുറയണോ, ഞാൻ അതിന് തയ്യാറാണ്. ഇത് നമ്മുടെ സമർപ്പണവും ആത്മാർത്ഥമായ സമർപ്പണമാണെങ്കിൽ, വാചക കസർത്തല്ല, ആത്മാർത്ഥമായ സമർപ്പണമാണെങ്കിൽ നമ്മൾ കുറയുകയല്ല, നമ്മൾ കൂടുകയുള്ളൂ, നമ്മൾ തിളങ്ങുകയുള്ളൂ. അത് ഉറപ്പാണ്. കാരണം കർത്താവിന്റെ വസ്ത്രത്തെ തൊട്ട രക്തസ്രാവക്കാരത്തി ഷൈൻ ചെയ്യാൻ ആഗ്രഹിച്ച ആളല്ല, ഒളിച്ചിരിക്കാൻ ആഗ്രഹിച്ച ആളാണ്. പക്ഷെ അവൾ ഇന്നും പ്രസിദ്ധമാണ്. ഷൈൻ ചെയ്യാൻ ആഗ്രഹിച്ച ആളായിരുന്നു യൂദ, പുള്ളി ഔട്ടായി പോയി. ഒളിച്ചിരിക്കാൻ ആഗ്രഹിച്ച ആളായിരുന്നു സക്കായി പ്രസിദ്ധനായി. അതുകൊണ്ട് ജോൺ ദ ബാപ്റ്റിസ്റ്റ് വളരെ നാളത്തെ അധ്വാനത്താൽ നേടിയ 2 ശിഷ്യന്മാര് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ വഴി യോഹന്നാനെ ഉപേക്ഷിച്ചു, പുതിയ ഗുരുവിന്റെ കൂടെ പോയി. യോഹന്നാൻ ആ സമയത്ത് ഉള്ളിൽ ഇങ്ങനെ പിറുപിറുത്തോ, ഓ ഇത്രയേ ഉള്ളൂ എനിക്കറിയാം, വെറുതെ ഞാൻ കഷ്ടപ്പെട്ടു, ദേ പോണ കണ്ടില്ലേ, ഒരു നന്ദി പോലും പറഞ്ഞില്ല. ഇതൊക്കെ മനസ്സിൽ കൂടെ വരാം. പക്ഷേ യോഹന്നാൻ അങ്ങ് തൃപ്തിപ്പെടുക, ഞാൻ ഇതിനു വേണ്ടിയാണ് വന്നത്, എന്റെ ദൗത്യം ഇതാണ്. ആളുകൾ യേശുവിന്റെ അടുക്കലേക്ക് പോകുന്നത് കണ്ട് സന്തോഷിക്കാൻ കഴിയുന്നതാണ് ക്രിസ്തീയ ശുശ്രൂഷ. അതിനു വേണ്ടി നമ്മളിൽ നിന്ന് ആരെങ്കിലും അല്പം അകന്നാലും അതിനും കൂടെ സ്തോത്രം ചെയ്യാൻ സാധിക്കണം. അവൻ എന്നോട് അകന്നെങ്കിലും അവൻ കർത്താവിനോട് അടുത്തല്ല. ഞാൻ ഇന്നലെ രാത്രിയിൽ മറ്റൊരു സ്ഥലത്തിന് വേണ്ടി ഒരു മെസ്സേജ് പറഞ്ഞപ്പോൾ ഹാഗാറിന്റെയും സാറയുടെയും കാര്യം ഓർത്തു. ഹാഗാറും സാറയും രണ്ട് സഭയായിട്ട് മാറാനുള്ള ഒരു സാഹചര്യം വന്നായിരുന്നു. പക്ഷെ ദൈവം തമ്പുരാൻ ഹാഗാറിനോട് പറഞ്ഞു, തിരിച്ച് സാറയുടെ ചർച്ചിൽ തന്നെ പൊക്കോളാൻ പറഞ്ഞു. സാറയുടെ സ്വഭാവം ശരിയാണോ? അല്ല. ഹാഗാറിന്റെ ശരിയാണോ? അതുമല്ല. പക്ഷെ ദൈവത്തിന് 2 പേരും ശരിയാ. ദൈവത്തിന് 2 പേരെ ആവശ്യമുണ്ട്. അപ്പൊ പോരായ്മകൾ എല്ലായിടത്തും കാണും. പക്ഷെ എല്ലാവരെയും കർത്താവിന് ആവശ്യമുണ്ട്. കർത്താവിന് ആരെയും അങ്ങനെ പെട്ടെന്ന് കളയാൻ താല്പര്യമില്ല. എന്നാൽ നമുക്ക് കളയാനായിട്ട് വളരെ ഉത്സാഹമാണ്. കളയാനുള്ള വഴി എന്തുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്.
ചേർത്ത് നിർത്താൻ എന്നെ വഴിയുണ്ടെന്നാണ് കർത്താവ് നോക്കുന്നത്. അത് ഈ കാലഘട്ടത്തിൽ നമുക്ക് കൂടുതൽ പേരെ ചേർത്ത് നിർത്താം. തള്ളിക്കളയാനായിട്ട് ഉള്ള ഏജൻസി ആയിട്ട് നമ്മൾ മാറാതിരിക്കട്ടെ. വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ആളുകളെ നമുക്ക് ചേർത്ത് നിർത്താം. അതത്രേ കർത്താവിന് മഹത്വം. അങ്ങനെ ഈ 2 പേര് കർത്താവിന്റെ കൂടെ പോകുന്നു. വാക്യം 38 വരുമ്പോൾ 37 വരുമ്പോൾ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞു. അവർ പിന്നാലെ വരുന്നത് കണ്ടു. നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. യോഹന്നാന്റെ എഴുത്തുകളിൽ യേശുവിന്റെ തിരുവായി മൊഴിഞ്ഞ വാക്ക്, ആദ്യത്തെ വാക്ക് ഇതാണ്. സുവിശേഷങ്ങളിലെല്ലാം അല്ല, യേശു ആദ്യം പറഞ്ഞ വാക്കെന്നും പറയാനൊക്കത്തില്ല. യോഹന്നാന്റെ എഴുത്തുകളിൽ മിശിഹാ തമ്പുരാന്റെ ആദ്യത്തെ വാക്കാണ് ഇപ്പൊ വായിച്ചത്. നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു. റെഡ് ലെറ്റർ ബൈബിൾ ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ടോ എന്നറിയില്ല. അതിനകത്ത് ഈ വാക്കാണ് ആദ്യത്തെ കർത്താവിന്റെ തിരുമൊഴി. അതിതാണ്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു. യോഹന്നാന്റെ അടുക്കൽ നിന്ന് യേശുവിന്റെ പിന്നാലെ വന്നവരോട് യേശു കർത്താവിന്റെ ചോദ്യം, നിങ്ങൾ എന്ത് അന്വേഷിക്കും. ഇന്ന് രാവിലെ നമ്മളോടും കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾ എൻ്റെ പിന്നാലെ വരുന്നത് എന്ത് ഉദ്ദേശത്തിലാണ്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു. അവരുടെ മറുപടി വളരെ മനോഹരമായിരുന്നു. അവർ, റബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കും. എന്ത് എന്ന ചോദ്യത്തിന് ആര് എന്ന മറുപടിയാണ് കൊടുത്തത്. അതായത് ചോദ്യം വസ്തുമയമായിരുന്നു, ഉത്തരം വ്യക്തിമയമായിരുന്നു. നിങ്ങൾ എന്തന്വേഷിക്കുന്നു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു എന്നല്ല, നിങ്ങൾ എന്തന്വേഷിക്കുന്നു. ഒത്തിരി ധ്യാനങ്ങൾ, ചിന്തകൾ അതിനകത്തുണ്ട്. മനുഷ്യന്റെ അന്വേഷണങ്ങളെല്ലാം വസ്തുക്കളിലേക്ക് പോവുകയാണ്, വസ്തുക്കളിലേക്ക്. സാധു സുന്ദർ സിംഗ് ഒരു വ്യക്തിയെ തപ്പി അങ്ങ് പോവുകയായിരുന്നു. വസ്തുക്കളെ നമ്മൾ തപ്പി നടന്ന് കുറച്ച് പ്രായമാകുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ വസ്തുക്കളൊന്നും ഉപയോഗപ്രദമല്ല. ഒരു പ്രായം കഴിയുമ്പോൾ ഈ ഷർട്ടിന്റെയും പാന്റിന്റെയും ഒക്കെ സൈസ് പിന്നെ മാറുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, കാരണം ആരെയിലൊക്കെ ഇങ്ങനെ തന്നോണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഇതെല്ലാം ഉപയോഗമില്ലാത്ത സാധനമാണെന്ന് നമ്മൾ ഒരു സമയമാകുമ്പോൾ തിരിച്ചറിയും. അപ്പൊ വസ്തുക്കളെ തേടിയുള്ള ഓട്ടം നമ്മളിൽ നിരാശ ഉളവാക്കും. എന്നാൽ വ്യക്തികളെ അന്വേഷിച്ചുള്ള യാത്ര നല്ലതാണ്. നഷ്ടപ്പെട്ട ആത്മാക്കളെ തേടിയുള്ള യാത്ര, ആത്യന്തികമായി ദൈവപുത്രന്റെ മഹിമകളെ അന്വേഷിച്ചുള്ള യാത്ര. നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവരുടെ ഉത്തരം, ഞങ്ങൾ അങ്ങനത്തെ സാധനമൊന്നും അന്വേഷിക്കുന്നവരല്ല. ഞങ്ങൾ നീ എവിടെ പാർക്കുന്നു എന്നാണ് അറിയേണ്ടത്. ഞങ്ങൾക്ക് നിന്നെയാണ് ആവശ്യം. ഗുരു, നീ എവിടെ പാർക്കുന്നു? കർത്താവിന്റെ മറുപടി മനോഹരമാണ്, അത്യുന്നതമാണ്. വന്ന് കാൺമീൻ. കർത്താവിന്റെ രണ്ടാമത്തെ തിരുമൊഴി, യോഹന്നാന്റെ എഴുത്തുകളിലെ രണ്ടാമത്തെ തിരുമൊഴി. അതാണ് യോഹന്നാന്റെ ബുക്ക് പഠിക്കാനുള്ള ഒരു ആനന്ദം. ഞാൻ ഒരു കാലത്ത് ഇത്രയും സോഷ്യൽ മീഡിയ ഒക്കെ പുരോഗമിക്കുന്നതിന് മുമ്പ് യോഹന്നാന്റെ സുവിശേഷം കംപ്ലീറ്റ് ഇങ്ങനെ ക്ലാസ് എടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഒരു ലോക്കൽ TV-യിൽ. അത് റെക്കോർഡ് ചെയ്തത് മുഴുവനും ഇംഗ്ലണ്ടിൽ നിന്നൊരു സഹോദരൻ വാങ്ങി യൂട്യൂബിലോ എവിടെയൊക്കെയോ ഇട്ടിട്ടുണ്ട്, എവിടെയൊക്കെയോ കിടപ്പുണ്ട്. ആ കാലത്ത് എനിക്ക് ഇതിനെക്കുറിച്ച് വേണ്ടത്ര അറിവൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം പഠിക്കുന്നത് ഭയങ്കര ആനന്ദമാണ്. സ്തോത്രം. വന്ന് കാൺമീൻ. ഇച്ചിലൂടെ ഒന്ന് അതിനെ മലയാളീകരിച്ച് പറഞ്ഞാൽ, വന്നാൽ കാണാം. കണ്ടിട്ട് വരാമെന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു വെല്ലുവിളിയാണ് ഈ വാക്ക്. സയൻസ് പറയുന്നു തെളിയിച്ചാൽ വിശ്വസിക്കാം. ബൈബിൾ പറയുന്നു
വിശ്വസിച്ചാൽ തെളിയിക്കാം. മനുഷ്യൻ പറയുന്നു കണ്ടാൽ വരാം, യേശു പറയുന്നു വന്നാൽ കാണാം. വന്നവരൊക്കെ കണ്ടു, കണ്ടവരാരും പിന്നെ പിരിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വന്നവരെല്ലാം കണ്ടു, കണ്ടവരാരും മടങ്ങിപ്പോയിട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം. വന്ന് കാൺമി, ആ വാക്ക് ഇന്ന് രാവിലെയും കാനഡയോടുള്ള ബന്ധത്തിൽ, വിദേശത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞ ഇന്ന് രാത്രിയിലും ആ വാക്ക് പവർഫുൾ ആണ്. വന്ന് കാൺമി. അവനെ കണ്ടാൽ തീരത്തില്ല. കണ്ടാൽ മതിവരാ സുന്ദരരൂപനെ, കണ്ടാൽ മതിവരാ സുന്ദരരൂപനെ, കൂടിക്കാൺമാൻ വാഞ്ചയേറുന്നേ. കണ്ടവരാരും മടുത്തിട്ടില്ല, കണ്ടവർക്കാർക്കും മതിയായിട്ടില്ല. അതിനാണല്ലോ ഈ രാവിലെ ഈ 305 ഡിവൈസിൽ ആള് വന്നത്. ആരെ കാണാനാ? ഇതിനകത്ത് ആരാ ഈ കാണാൻ കൊള്ളാവുന്നവരുള്ളേ? ഇതിനകത്ത് ആരാ സ്റ്റാർ ആയിട്ടുള്ളത്? ഇതിനകത്ത് ആരാ മിടുക്കന്മാരായിട്ടുള്ളത്? 10,000-ങ്ങളിൽ സുന്ദരനെ വചനത്തിലൂടെ കാണാമല്ലോ എന്നോർത്തല്ലേ ആളുകൾ വന്നത്. കണ്ടാൽ മതിവരാ സുന്ദരരൂപനെ, കണ്ടാൽ മതിവരാ സുന്ദരരൂപനെ, കൂടിക്കാൺമാൻ വാഞ്ചയേറുന്നേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇടയ്ക്ക് പാടാം, പിന്നീട് സമയം കിട്ടും. വന്ന് കാൺമീൻ. ഇന്ന് രാവിലെ കർത്താവ് പറയുക, നീ കണ്ടില്ല, നീ ഇനി കാണണം. പ്രൈസ് ദി ലോർഡ്. നീ ഇനിയും കാണണം. അവനെ അറിയണമെന്നാ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് അവനെ അറിയണം. അവനെ അറിയാൻ അതേത് അവസ്ഥയും നല്ലതാണ്. പത്മോസ് ദ്വീപിൽ വെച്ചല്ലേ യോഹന്നാൻ യേശുവിനെ ശരിക്ക് കണ്ടത്? ഓർത്തു നോക്കിയേ. 3.5 കൊല്ലം കൂടെ നടന്ന, നെഞ്ചോട് ചാരിയിരുന്ന യോഹന്നാൻ പോലും അവനെ കണ്ടിട്ട് കമന്ന് വീണുപോയി. കാരണം യോഹന്നാൻ ശരിക്ക് യേശുവിനെ കണ്ടത് പലസ്തീനി വെച്ചല്ല, പത്മോസി വെച്ച. അതിനൊരു നാടുകടത്തൽ ആവശ്യമായി വന്നു. ജീവിതത്തിലെ നാടുകടത്തലുകൾ. എന്താ നാടുകടത്തൽ? ഒറ്റപ്പെടലുകൾ, കുറ്റപ്പെടുത്തലുകൾ, വിധിക്കലുകൾ. യോഹന്നാനെ വിധിച്ചു, യോഹന്നാനെ വധിക്കാൻ തീരുമാനിച്ചു. ചാകാതെ വന്നപ്പോൾ ഒറ്റപ്പെടുത്താൻ തീരുമാനിച്ചു. ആ സമയത്ത് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം അവന് കിട്ടി. യേശുവിനെ ഉള്ള അവസ്ഥ കാണാൻ പറ്റി. അവൻ അങ്ങനെ ഒരു യേശുവിനെ മുമ്പ് കണ്ടിട്ടില്ല. കാലുകൾ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശം, കണ്ണുകൾ അഗ്നിജ്വാല. ഇങ്ങനെ ഒരു യേശു ഉണ്ടോ? ഉണ്ട്. ഞാനും നിങ്ങളും കണ്ടതിനേക്കാൾ അവൻ വലിയവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ക്ലാസ് ബൈബിൾ കോളേജിന് വേണ്ടിയുള്ള ഒരു ക്ലാസ് അല്ല. ഇത് ബൈബിൾ കോളേജ് ലെവലല്ല. പിന്നെ എന്താണ്? ആത്മീയ വർധനവും മാത്രം ലക്ഷ്യമാക്കിയാണ്. അതുകൊണ്ട് എത്ര ലെസൺ തീർന്നു, എത്ര വേഗത്തിൽ തീർന്നു, ഇതൊന്നും നമ്മളെ സംബന്ധിച്ച് ഒരു വിഷയമേ അല്ല. ഒരു വിഷയമേ അല്ല. ഒരു ദൂതുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. സ്തോത്രം. കർത്താവ് പറയുകയാണ്, വന്ന് കൺമീൻ. ഇന്ന് രാവിലെ കർത്താവ് എന്നോട് പറയുകയാണ്, മറ്റൊന്നും കാണാതെ എന്നെ മാത്രം കാണാൻ ഇനിയും സമയമെടുക്കുക. ദൈവമേ, നീ എൻ്റെ ദൈവം. അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. എല്ലാ ദിവസവും എൻ്റെ ആവശ്യമുണ്ടോ? എല്ലാ ദിവസവും എൻ്റെ ആവശ്യമുണ്ട്. ദൈവമേ, നീ എൻ്റെ ദൈവം. അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും.
അധികാലത്തെ ഭാര്യയെ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? അധികാലത്തെ ഭർത്താവിനെ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? അധികാലത്തെ മക്കളെ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ ഒരു പ്രാവശ്യം പോരെ. പക്ഷെ ദൈവത്തെ അന്വേഷിക്കേണ്ടത് എല്ലാ ദിവസവും അന്വേഷിക്കണം. അവന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പീ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അത് പാപികളുടെ കാര്യമല്ലേ പാസ്റ്ററെ? അല്ല, പാസ്റ്റർമാരുടെ കാര്യവും കൂടിയാണ്. ഇന്ന് രാവിലെയും അവന്റെ മുഖം നമുക്ക് അന്വേഷിക്കാം. നാം ഇന്നലെ വരെ കണ്ടതിനേക്കാൾ അവൻ വലിയവനാണ്. നാം ഇന്നലെ വരെ അറിഞ്ഞതിനേക്കാൾ അവൻ എത്രയോ ഉന്നതനാണ്. കർത്താവിനെ കാണാൻ നമുക്ക് ഒരുങ്ങാം. വന്ന് കാൺമീൻ. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ടു. അന്ന് അവനോട് കൂടെ പാർത്തു. ചരിത്രത്തിലെ സുപ്രധാനമായ മറ്റൊരു വാക്ക്, യേശു പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് മനുഷ്യനായി ഭൂമിയിൽ വന്ന ആളുടെ കൂടെ ഒരു രാപാർക്കാൻ ഭാഗ്യം കിട്ടിയ 2 ചെറുപ്പക്കാർ. 39-ാമത്തെ വാക്യം വളരെ അത്ഭുതകരമാണ്. ഈ പുസ്തകം എഴുതുന്ന യോഹന്നാൻ അതിന്റെ ടൈം അന്ന് വാച്ചുണ്ടോ എനിക്കറിയാൻ മേല. അതിന്റെ ടൈം നോട്ട് ചെയ്തു. അപ്പോൾ ഏകദേശം 10 മണി നേരം ആയിരുന്നു. അവിടുത്തെ ക്ലോക്ക് വെച്ചാണെങ്കിൽ നേരം രാത്രിയാകാൻ 2 മണിക്കൂറൂടെ ഉള്ളൂ. രാവിലെ 1 ആരംഭിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് 2 മണിക്കൂറുടെ കഴിഞ്ഞെങ്കിൽ ഈ ചാൻസ് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എഴുതി വെച്ചു, അപ്പോൾ ഏകദേശം 10 മണി നേരം ആയിരുന്നു. ലൈഫിലെ മറക്കരുതാത്ത മൂമെന്റ്സ്, മറക്കരുതാത്ത നിമിഷം കല്യാണത്തിന്റെ ദിവസം അല്ല, കർത്താവുമായി കൂടിക്കാണുന്ന നിമിഷങ്ങൾ, എൻകൗണ്ടർ. അങ്ങനത്തെ ഒരു നിമിഷമായി ഇന്നത്തെ ക്ലാസ് തീരട്ടെ. കർത്താവിനെ അടുത്ത് കാണുന്ന ദിവസം. ഈ 2 ശിഷ്യന്മാരിൽ ഒരാൾ അന്ത്രയോസായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസായിരുന്നു. മറ്റേയാൾ ആരാന്ന് പറയേല. കാരണം അത് ഈ പുസ്തകം എഴുതുന്നയാളാ. പുള്ളിക്കാരൻ അങ്ങനെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. പുള്ളിയുടെ പേര് പറയേല. പുള്ളിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം അതാ. പുള്ളിയുടെ പേര് പുള്ളിയും പറയേല, വേറെ ആരും പറയുന്നതും വലിയ താല്പര്യമില്ല. ഇന്ന് കാലം മാറി. ഇന്ന് ആളുകളെ വെച്ച് പറയിപ്പിക്കുന്ന കാലമാണ്. എന്നെ ഒന്ന് പുകഴ്ത്തിയേക്കണേ എന്ന് അതിനൊക്കെ ഓരോ കോഡ് ഭാഷയുണ്ട്. അതിനൊക്കെയുള്ള എന്താ പറയുക, ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. യൂട്യൂബിലെ ഫോളോവേഴ്സിനെ വർദ്ധിപ്പിക്കുക, ഇതിനൊക്കെയുള്ള ടെക്നിക്കുകൾ ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു. സ്തോത്രം. യോഹന്നാൻ നേരെ തിരിച്ച. യോഹന്നാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഞാൻ എന്ന വാക്ക് പറയുന്നത്. നിങ്ങൾ ഈ സുവിശേഷം ഒന്ന് അരിച്ചു പെറുക്കി നോക്കണം. യോഹന്നാന്റെ കാര്യം വരുന്നിടത്ത് മറ്റെന്തെങ്കിലും ഒരു ഒളിച്ചുകളി അങ്ങ് നടത്തും. അത് ഞാനായിരുന്നു എന്ന് പറയല. അതിന് വേറെ എന്തെങ്കിലും ഒരു പദം അവിടെ കൊണ്ടുവന്നിടും. മറ്റേ ശിഷ്യൻ, ആ ശിഷ്യൻ, യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നൊക്കെ പറഞ്ഞ് ഉഴപ്പി വിടും. എനിക്ക് പേടിയായിരുന്നു. സ്വന്തം പേര് ഉയരുമ്പോൾ ഉള്ളിലൊരു ഭയമുള്ളവൻ ഭാഗ്യവാൻ. വിശേഷാൽ കർത്തൃവേലയോടുള്ള ബന്ധത്തിൽ സ്വന്തം പേര് ഓവറായിട്ട് പ്രൊജക്റ്റ് ആവുമ്പോൾ ഉള്ളിലൊരു ഭയമുള്ളവൻ ഭാഗ്യവാൻ. നേരെ മറിച്ച് ഉള്ളിലൊരു ആനന്ദമാണെങ്കിൽ അപകടം അടുത്തുണ്ട്. അപ്പൊ 2 പേരിൽ ഒരാൾ യോഹന്നാനും ഒരാൾ അന്ത്രയോസുമാണ്. യോഹന്നാൻ സമയം കൂടി എഴുതി വെച്ചു. അപ്പോൾ സമയം 10 മണി. എന്താണെന്ന് ചോദിച്ചാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമായിരുന്നു. ഇനിയാണ് നമ്മുടെ വിഷയം. നമ്മുടെ കഥാപാത്രം ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല.
നമ്മുടെ കഥാപാത്രം വരികയാണ്. അന്ത്രയോസ് അന്ന് രാത്രി കർത്താവിന്റെ കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞു 10,000ങ്ങളിൽ പരമസുന്ദരന്റെ കൂടെ ഇങ്ങനെ ഇരുന്നപ്പോ ഉൽപ്പത്തി മുതലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണുകയില്ലേ, ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ള തെരഞ്ഞെടുപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞു കാണുകയില്ലേ. ഹല്ലേലൂയ. നാം അവന്റെ സന്നദ്ധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. കർത്താവ് പറഞ്ഞു കാണുകയില്ലേ, ആ തെരഞ്ഞെടുപ്പിൽ മോനെ അന്ത്രയോസേ നീയുമുണ്ട് എന്ന് പറഞ്ഞു കാണുകയില്ലേ. അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രാത്രി ഉറങ്ങിയില്ല. എന്റെ ഭാവന പറയുക, 4 മണിയായപ്പോ അന്ത്രയോസ് യോഹന്നാച്ചനോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ വരാട്ടോ. യേശുവിനോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ വരാട്ടോ. ഒരൊറ്റ ഓട്ടം ചെന്ന സഹോദരൻ, പുതപ്പിന്റെ അടിയിൽ കിടന്ന സഹോദരനെ വിളിച്ചെഴുന്നേപ്പിച്ച്, നമ്മുടെ ഭാഷയെ പറഞ്ഞ നിർബന്ധിച്ച് പല്ല് തേപ്പിച്ച് പിടിച്ചോണ്ടിഞ്ഞു വന്നു. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്. അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശിഹയെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. 42-ാം വാക്യം, അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു പിടിച്ചോണ്ട് വന്നു. അതുകൊണ്ട് ചേട്ടനാകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അനിയനെ ചേട്ടനെ അത്രയും അങ്ങോട്ട് ഫോഴ്സ് ചെലുത്താൻ പറ്റുമോ? ചിലയിടത്ത് പറ്റും, ചിലയിടത്ത് പറ്റുകയില്ല. അത് തർക്കമാക്കണ്ട, ചേട്ടനോ അനിയനോ ആരെങ്കിലും ആട്ടോ. ഇനിയിപ്പോ അതേ പിടിച്ച് അതൊരു വലിയ വിഷയമാക്കണ്ട. ഈ അനാവശ്യ വിഷയത്തിലോട്ടാ ശ്രദ്ധ പെട്ടത് പോകത്തുള്ളൂ. ചേട്ടനോ അനിയനോ ആരെങ്കിലും ആട്ടെ. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അനിയനാണേലും ചേട്ടനാണേലും വിളിച്ചാ വരുമായിരുന്നു, വിളിച്ച് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. നമ്മൾ എത്ര പേരെ കൊണ്ടുവന്നിട്ടുണ്ട്? ഒരു ചോദ്യം. യേശുവിൻ്റെ അടുക്കൽ ഇത്ര നാളായിട്ട് എത്ര പേരെ കൊണ്ടുവന്നിട്ടുണ്ട്? അവൻ തൻ്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ടു. 41, ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ആരെയുമൊക്കെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ നമുക്ക് ഈ കോഡിന്റെ ഇടയ്ക്കും ഇടയാവട്ടെ. ഇപ്പൊ നല്ല സമയം. ഭവന സന്ദർശനം നടക്കത്തില്ല, ട്രാക്ട് കൊടുക്കൽ നടക്കത്തില്ല. പക്ഷെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് കുറച്ച് അവിശ്വാസികളെയും കൂടെ ചേർക്കാൻ മേലേ? വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് കുറച്ച് അവിശ്വാസികളെയും കൂടെ ചേർക്കാൻ പാടില്ലേ? ഇങ്ങനെയുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് തോന്നുന്ന മീറ്റിങ്ങുകളുടെ ലിങ്ക് ചർച്ചിന് വെളിയിലുള്ള കുറച്ച് പേർ കൂടെ അയച്ചു കൊടുക്കാൻ മേലേ? പബ്ലിക്കിന് മനസ്സിലാകുന്ന ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് കേട്ടാൽ അത് കുറച്ച് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ മേലേ? യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. നമ്മുടെ ലൈഫിൽ ഒരാളെയെങ്കിലും കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ, ഓരോ ദിവസവും സാധിക്കട്ടെ. അതിന് പല വഴികളുണ്ട്. സ്നേഹം, പല രീതികളുണ്ട്. ഫ്രണ്ട്ഷിപ്പ് ഇവാഞ്ചലിസം വളരെ പവർഫുൾ ആണ്. ഫ്രണ്ട്ഷിപ്പ് ഇവാഞ്ചലിസം, പ്രയർ ഇവാഞ്ചലിസം വളരെ എഫക്റ്റീവാണ്. പവർ ഇവാഞ്ചലിസം അത് വളരെ പവർഫുൾ ആണ്. ദൈവശക്തിയാൽ നിറയപ്പെട്ട് നാം മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ആളുകളെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ പെട്ടെന്ന് സാധിക്കും. അങ്ങനെയാണ് നിഴല് തട്ടി രോഗികൾ സൗഖ്യമാകുന്നതും 3000 പേര് സ്നാനപ്പെടുന്നതും ഒക്കെ പവർ ഇവാഞ്ചലിസമാണ്. 3000 പേര് ഒറ്റയടിക്ക് അങ്ങ് സ്നാനപ്പെടുക, പവറാത്. പെന്തക്കോസ്തിൽ വെളിപ്പെട്ട പവർ കൊണ്ട് സ്നാനപ്പെട്ടത്. അടുത്ത പേജ് മറിക്കുമ്പോൾ 5000 പേര് സ്നാനപ്പെട്ടു. അപ്പൊ പവർ ഇവാഞ്ചലിസം. നമ്മൾ ആത്മശക്തിയാൽ അനുദിനവും കത്തി നിൽക്കാമെങ്കിൽ ജനം തനിയെ ആകർഷിക്കപ്പെടും. അത് സത്യമാണ്, പരമാർത്ഥമാണ്. എല്ലാവർക്കും ആ നിലവാരത്തിൽ പോകാൻ പറ്റിയെന്ന് വരത്തില്ല. ഇന്നലെ ഞാൻ റെയ്നാഡ് ബോങ്കയുടെ കൊച്ചി നടന്ന മീറ്റിങ്ങിന്റെ പഴയൊരു
വീഡിയോ കാണുകയായിരുന്നു. ഇപ്പം അത് കാണുമ്പോഴും നമ്മുടെ ശരീരം കോരിത്തരിക്കും. അവിടെ വ്യാപരിച്ച ദൈവ സാന്നിധ്യം. കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. പവർ. അങ്ങനെ നമ്മുടെ കഥാപുരുഷനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് സ്വന്തം സഹോദരനാണ്. പക്ഷേ അന്ത്രയോസിനെ ഓവർടേക്ക് ചെയ്തു. പിന്നീട് നമ്മൾ എഴുതുമ്പോൾ ഒന്നാമൻ പത്രോസ്. സുവിശേഷങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ പിന്നീട് എല്ലായിടത്തും ഒന്നാമൻ പത്രോസ്. കൊണ്ടുവന്നയാള് പുറകോട്ട് പോയി. പുറകോട്ടൊന്നും പോയില്ല. പുള്ളിയെ ഏൽപ്പിച്ചത് പുള്ളി ചെയ്തു, ഇദ്ദേഹത്തെ ഏൽപ്പിച്ചത് ഇദ്ദേഹം ചെയ്തു. നീ കൊണ്ടുവരുന്നയാള് നിന്നേക്കാൾ പ്രയോജനപ്പെടാൻ സാധ്യതയുണ്ട്. അന്നേരം കുശുമ്പ് കുത്താതിരിക്കാനും കൂടെയുള്ള കൃപയ്ക്ക് വേണ്ടി മുൻകൂട്ടി പ്രാർത്ഥിക്കുക. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. പെന്തക്കോസ്ത് നാളിലെ പ്രസംഗത്തിൽ 3000 പേര് സ്നാനപ്പെടുമ്പോൾ അവിടെ ഇരുന്ന് കവിളിലൂടെ സന്തോഷത്തിന്റെ കണ്ണുനീരൊഴുക്കി ഒരു ചെറുപ്പക്കാരൻ കാണും. അവന്റെ പേര് അന്ത്രയോസ്. ഒരൊറ്റ പ്രസംഗത്തിന് 3000 പേര് സ്നാനപ്പെടുന്ന കാഴ്ച കണ്ടപ്പോൾ അവിടെ ഇരുന്ന് സന്തോഷം കൊണ്ട് കരഞ്ഞ ഒരു ചെറുപ്പക്കാരൻ കാണും. തുവാലയെടുത്ത് മുഖം തുടച്ച ഒരു ചെറുപ്പക്കാരൻ കാണും. അവന്റെ പേര് അന്ത്രയോസ്. ഞാൻ അന്ന് അവനെ പിടിച്ചോണ്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇത് കാണാൻ എനിക്ക് കഴിയുമോ? ഉപയോഗശൂന്യമായി കിടക്കുന്ന ചിലതിനെ നമുക്ക് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരാം. അവർ നമ്മേക്കാൾ അടുത്ത നാളുകളിൽ പ്രയോജനപ്പെടാൻ സാധ്യതയുണ്ട് നിശ്ചയം. ഇനിയാണ് വിഷയം. വാക്യം 42. യേശു അവനെ നോക്കി. അതാണ് കർത്താവ് പത്രോസിനോടുള്ള ബന്ധത്തിൽ ആദ്യം ചെയ്ത ശുശ്രൂഷ. നമ്മളോടും ഒക്കെ ബന്ധത്തിൽ അതൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളത് കണ്ടില്ല. എന്നെ നോക്കിയതാ. എത്ര നാള് നോക്കിയിട്ടാ ഇന്ന് ഇത്രയെങ്കിലും ആയത്. കർത്താവ് ഒരാളെ നോക്കിയാൽ അവന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെയല്ല. അങ്ങനത്തെ നോട്ടം എവിടെ പോയാൽ ആ കണ്ണിൻ്റെ കാന്ത വലയത്തിനുള്ളിൽ അവൻ നിൽക്കും. യേശു അവനെ നോക്കി. ഒത്തിരി ശക്തമായ വാക്കുകളാണ് ഇതെല്ലാം. അതെന്നെ ഒരു നോട്ടായിരിക്കും. തല മുതൽ ഉള്ളങ്കാല് വരെ സ്കാൻ ചെയ്യുന്ന ഒരു നോട്ടം. ആ നോട്ടത്തിൽ 10,000 ആത്മാക്കളെ നേടുന്ന ഒരു അപ്പോസ്തോലനെ കർത്താവ് ആ ഒറ്റ നോട്ടത്തിൽ ഫോട്ടോ എടുത്തു. 3000 പേരൊക്കെ സ്നാനപ്പെടുന്ന ആ പിക്ചറൊക്കെ ആ നോട്ടത്തിൽ യേശുവിൻ്റെ വീഡിയോയിൽ പതിഞ്ഞു. ഞാനും നിങ്ങളും കാണുന്ന പോലെയല്ല കർത്താവ് കാണുന്നത്. നമ്മളൊരാളെ കണ്ടാൽ അയാളുടെ മിസ്റ്റേക്കേ ആദ്യം കാണത്തുള്ളൂ. എന്നാൽ കർത്താവ് പറയുന്നു, അതിനകത്തോട്ട് കയറിയാൽ ഒരു അപ്പോസ്തലൻ അതിനകത്തിരിപ്പുണ്ട്. താങ്ക് യു ജീസസ്. ഇനി അബദ്ധമാണല്ലോ നമ്മുടെ വിഷയം. കർത്താവിന്റെ രണ്ടാമത്തെ ശുശ്രൂഷ, നീ യോഹന്നാന്റെ പുത്രനായ ശീമോനാകുന്നു. അപ്പൊ പത്രോസ് മനസ്സിൽ എന്നാ പറഞ്ഞെന്നറിയാവോ? ദൈവം പറഞ്ഞു കൊടുത്തതാ. ആര്? ആൻഡ്രൂസ്. കാരണം ഇന്നലെ രാത്രി ഇവിടെ ആയിരുന്നല്ലോ. അപ്പന്റെ പേര് ഉൾപ്പെടെ പറയണമെങ്കിൽ അല്ലാതെ എങ്ങനെയാ പറ്റുന്നത്? നീ യോഹന്നാന്റെ പുത്രനായ ശീമോനാകും. അത് അവന്റെ പണിയാ. നിനക്ക് കേഫ എന്ന പേരാകും. അത് പത്രോസാവും.
എന്റെ ചോദ്യം, പത്രോസ് ഇതിന് എന്നാ മറുപടി പറഞ്ഞു? യുഗങ്ങൾ കാത്തിരുന്ന പുരുഷൻ. ലൂക്കോസ് എഴുതുന്നത് 130 വയസ്സ് വരെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നെന്നാ പറയുന്നത്, യേശു ജനിക്കാൻ വേണ്ടി. അയാളുടെ പേര് ശിമോൻ. $105 വയസ്സ് വരെ ഒരു അമ്മച്ചി ജീവിച്ചിരുന്നു. ആ സഹോദരിയുടെ പേര് ഹന്ന. ഇവരൊക്കെ മശിഹായുടെ ജനനം നോക്കി ഇരുന്ന് പ്രാർത്ഥിച്ചവരാ. ഹന്ന കല്യാണം കഴിച്ചു, 10 കൊല്ലത്തിനുള്ളിൽ ഭർത്താവ് മരിച്ചു. പിന്നെ ദീർഘകൊല്ലം ഒരു മനുഷ്യായുസ് മുഴുവനും വിധവയായിരുന്നു, ഉപവസിച്ച് പ്രാർത്ഥിച്ചു, മശിഹ വരുന്നു എന്നും പറഞ്ഞു. ഇത്ര ശ്രേഷ്ഠമായൊരു എൻകൗണ്ടറാണ് ഇപ്പൊ പത്രോസിന് കിട്ടിയത്. ആ കാലുകളെ കെട്ടിപ്പിടിക്കാനോ ആ പാദത്തിൽ കമന്നു വീണ് ചുംബിക്കാനോ ഒക്കെ കിട്ടിയ അവസരം പാഴാക്കിക്കളഞ്ഞു. ഒന്നും മിണ്ടിയില്ല. യേശു അവനെ നോക്കി. നീ യോഹന്നാന്റെ പുത്രനായ ശിമോനാകുന്നു, നിനക്ക് കേഫ എന്ന പേരാകും. കർത്താവ് മാറ്റുക പേര്. എൻ്റെ ഒരു ഊഹം പറയാം, അതൊക്കെ അന്നേരം കാണാം. പത്രോസ് മിണ്ടിയില്ല, നോ കമന്റ്. ഇതാണ് തൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ അബദ്ധം. ഇതുപോലൊരു അവസരം കിട്ടിയാൽ ആരെങ്കിലും അത് വിട്ടുകളയോ? സ്തോത്രം. ഇപ്പോഴീ പവർ വിഷൻ ഉള്ള കാരണം വല്ല കല്യാണത്തിനോ മരണ വീട്ടിലോ ഒക്കെ നമ്മളെ പോലെയുള്ള പാവപ്പെട്ടവർ ചെല്ലുമ്പം ആളുകൾ ഓടി വന്ന് ഞങ്ങൾ പവർ വിഷൻ കാണാറുണ്ട്, ഒന്ന് മിണ്ടിയേച്ച് പോകാൻ വന്നതാ എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു സംതൃപ്തി എത്ര മനോഹരമാണ്. ഇത് യേശുവിനെ ഒരാൾ കണ്ടിട്ട് ഒരക്ഷരം മിണ്ടാതെ ആ എപ്പിസോഡ് അവസാനിക്കുക എന്ന് പറഞ്ഞാൽ അതെന്തൊരു വലിയ അബദ്ധമാണ്. എൻ്റെ ചിന്ത, ഈ സഹോദരൻ വിളിച്ചുകൊണ്ട് വന്നതിനാലും സഹോദരൻ നേരത്തെ പോയി അവിടെ ഒരു ദിവസം താമസിച്ചതിനാലും പത്രോസിന് അതൊന്നും അത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു. ഇദ്ദേഹത്തെ പറ്റിയുള്ള ഈ പ്രവചന പ്രയോഗം, നിന്റെ അപ്പൻ്റെ പേര് ഇതാണ്, നിന്റെ പേര് ഇതാണ്, ഈ പേര് ഞാൻ മാറ്റും എന്നൊക്കെ കർത്താവ് പറഞ്ഞപ്പോൾ ഒരു മുൻവിധിയോടെ ആയിരിക്കും ഇതൊക്കെ എടുത്തത്. ഒന്നും മിണ്ടിയില്ല, നോ കമന്റ്. അങ്ങനെ ആ ഭാഗം അവസാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ നമുക്ക് പാഴാക്കാതിരിക്കാം. സ്തോത്രം. ഒന്നാമത്തെ കൂടിക്കാഴ്ചയിലെ മൗനം അഥവാ നിസ്സംഗത, ഇതാണ് ഒന്നാമത്തെ അബദ്ധം. ഇത് അബദ്ധമായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തരാൻ രണ്ടാമത്തെ കൂടിക്കാഴ്ച പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് നമുക്ക് എടുക്കാം. അത് രണ്ടാമത്തെ ആകാം, മൂന്നാമത്തേതും ആകാം, എത്രയിലും ആവട്ടെ. ലൂക്കോസ് 5. വായിപ്പിക്കാനുള്ള സമയം ഞാനങ്ങ് ലാഭിക്കാം, മുഴുവൻ വായിക്കുന്നില്ല. 4, 5, 6, 7, 8 ഒന്ന് വായിച്ചേരെ. അവൻ ശിമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അടുത്ത വാക്യം കൂടെ. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു.
കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. മതി. ഞാൻ പാപിയാണ് എന്ന് എന്താ അന്ന് പറയാഞ്ഞേ? ചേട്ടൻ വിളിച്ചോണ്ട് പോയപ്പോ എന്നാ പറയാഞ്ഞേ? കാൽക്കൽ വീഴാൻ ഇച്ചിരൂടെ നല്ലത് അന്നല്ലായിരുന്നോ? അതൊരു പെരക്കകത്തായിരുന്നല്ലോ. ഇത് ചേറ്റിനകത്തല്ലേ, ഈ വെള്ളവും ചെളിയെല്ലാം ഉള്ള കടപ്പുറത്തല്ലേ. അപ്പൊ കാൽക്കൽ വീഴാനും കുമ്പസാരിക്കാനും കൺഫസ് ചെയ്യാനും ഒക്കെ നല്ലത് കഴിഞ്ഞ പ്രാവശ്യം അല്ലായിരുന്നു. അപ്പൊ ഈ വീഴുക, കൺഫസ് ചെയ്യാന്നൊക്കെ പറയുന്നത് ചങ്കിനകത്തുനിന്ന് വേണം വരാൻ, അല്ലാതെ കൈയും കാലും കൊണ്ടല്ല. കൈയൊക്കെ പൊക്കി പിടിക്കുക അതൊക്കെ ആക്ഷൻ ഒന്നും അല്ല. പക്ഷെ അതൊക്കെ അതിനകത്ത് അങ്ങ് വരണം, അകത്തുനിന്ന് വരണം. നോക്കൂ, പത്രോസ് വീഴുന്നുണ്ടോ? ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കാൽക്കൽ വീണു. ഞാൻ പാപിയാണേന്ന് വാവിട്ട് കരഞ്ഞു. എന്നെ വിട്ടുപോണേന്ന് അപേക്ഷിച്ചു. 3 കാര്യം. 1, അവൻ സാഷ്ടാംഗം വീഴുന്നു. ചെറിയൊരു കാര്യമല്ല. സമർപ്പണത്തിന്റെ ക്ലൈമാക്സ് ആണത്. സമർപ്പണത്തിന്റെ ക്ലൈമാക്സ്. 2, ഏറ്റുപറച്ചിലിന്റെ ക്ലൈമാക്സ്. ഞാൻ പാപിയാണേ. ഇതാണ് ഒരു മനുഷ്യൻ യേശുവിനോട് ആദ്യം പറയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. 3-ാമത്തേത്, കർത്താവേ, ദൈവത്തെ ഓർത്ത് എന്നെ ഒന്ന് ഒഴിവാക്കി തരാവോ? എന്നെ വിട്ടുപോണം, എന്നെ വിട്ടുപോണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, നിന്റെ മുമ്പിൽ നിൽക്കാൻ ഞാൻ പ്രാപ്തനല്ല, എൻ്റെ കൈയും കാലും വിറയ്ക്കുകയാണ്, ദൈവത്തെ ഓർത്ത് എന്നെ അങ്ങ് വിട്ടേരെ, ഞാൻ എൻ്റെ പണിക്ക് പൊക്കോളാം. പ്രൈസ് ദി ലോർഡ്. എന്നെ വിട്ടുപോകണേ. അപ്പൊ ഞാൻ കഴിഞ്ഞ യോഹന്നാൻ 1:42 പറഞ്ഞില്ലേ, അവിടെ വെച്ച് ഒന്നും മിണ്ടാതിരുന്നത് അബദ്ധാന്ന്. ആ ഒരു കാര്യം ഇപ്പൊ ഓർത്ത് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അതോർത്തിട്ട് ഈ മനുഷ്യൻ ഇപ്പോൾ അനുതപിക്കുകയാണ്. അന്ന് നിന്നെ ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ. യേശുവിന്റെ മറുപടി എന്നാണെന്നറിയോ? ഇന്നും നീ മനസ്സിലാക്കിയിട്ടില്ല, നീ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതെ, ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ 10 കൊല്ലം യേശുവിനെ മനസ്സിലാക്കിയവർ, 15, 20, 30, 35, 40, 45, 50 കൊല്ലമൊക്കെ കർത്താവിനെ മനസ്സിലാക്കിയവർ ഇതിനകത്തുണ്ട്. ഞാൻ ആദ്യം ഒന്ന് ഓടിച്ചു നോക്കി. പക്ഷെ ഇന്ന് രാവിലെ കർത്താവ് പറയുന്നത്, നീ കാണാൻ പോണേ ഉള്ളൂ, ഇനിയും അവനെ നാം കാണണം. പത്രോസ് കർത്താവിന്റെ കാൽക്കൽ വീണു. എന്നെ വിട്ടുപോണേ. നമ്മളിപ്പോ ഒരു ആരാധനയ്ക്ക് വേണ്ടി ചില മിനിറ്റുകൾ എടുക്കാൻ പോവുകയാണേ. എന്നാൽ ഞാൻ ആ ഭാഗം ഒന്നങ്ങ് കൺക്ലൂഡ് ചെയ്യട്ടെ. എന്നെ വിട്ടുപോകണേ. 8-ാം വാക്യം നോക്കണേ, ലൂക്കോസ് 5:8. അതിനകത്ത് 3 കാര്യം പത്രോസ് പറയുന്നു. 1, ഞാൻ പാപിയാണ്. 2, അവൻ വീഴുകയാണ്. അവനെ ആ പരിസരത്തുള്ള കാര്യമൊന്നും നോക്കുന്നില്ല. ഇത് കടപ്പുറമാണ്, മീൻ പിടിക്കുന്ന സ്ഥലമാണ്, ആൾക്കാർ എന്നെ വിചാരിക്കും. ആരാധിക്കുന്ന ആൾക്ക് ഇതൊന്നും വിഷയമല്ല. ആരാധിക്കുന്നവർക്ക് ഇതൊന്നും വിഷയമല്ല. അല്ലാത്തവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എന്നൊക്കെ കുഴപ്പങ്ങളാവുള്ളതെന്ന്. ആരാധിക്കുന്നവന് അവനൊന്നും വിഷയമല്ല, അവനങ്ങ് വീഴുക.
അവിടെ ഒരു ആരാധനയുടെ അന്തരീക്ഷം ഉണ്ടോ? അവിടെ ആരെങ്കിലും വീഴുന്നുണ്ടോ? ഇല്ല. അതൊന്നും എനിക്ക് വിഷയമല്ല. ഞാൻ യഹോവയെ എല്ലാ കാലത്തും പാടുന്നു, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ. പത്രോസ് കർത്താവിന് മുമ്പിൽ വീഴുന്നു. 2, പത്രോസ് ഞാൻ പാപിയാണെന്ന് പറയും. അവിടെ ഇരിക്കുന്ന വേറെ ആരുടെയും കാര്യം എനിക്ക് വിഷയമല്ല. ഞാൻ പാപിയാണ്. നീ പാപിയാണെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് ഏറ്റു പറയാൻ ഒറ്റ സ്ഥലമേ ഉള്ളൂ, അത് യേശുവിന്റെ സന്നിധിയാണ്. അത് എത്രയും വേഗം കൺഫസ് ചെയ്താൽ എത്രയും വേഗം സൗഖ്യമാണ്. ഓക്കെ. 3-ാമത്തെ കാര്യം, അവന് കർത്താവിനെ വിട്ടുപോകാനാ ഇഷ്ടപ്പെടുന്നത്. എന്താ കാര്യം എന്നറിയോ? ഈ ലൈറ്റിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. അത്ര വലിയ പ്രസൻസ്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ഈ പ്രസൻസ് എന്ന് പറയുന്നത് ശരിക്കും പത്രോസ് മീറ്റിങ്ങിൽ വെച്ചല്ല, അതിന് മുമ്പ് കടപ്പുറത്ത് വെച്ച് അറിഞ്ഞു. പ്രസൻസ്. ഈ പ്രസൻസ് ഒന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നൊന്നും അല്ല. കർത്താവ് അങ്ങോട്ട് ഇറങ്ങി വരിക നമ്മുടെ മീറ്റിങ്ങിന്റെ ഇടയിലോട്ട്. അത് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴാവാം, അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാവാം, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാവാം. അതാണ് എൻകൗണ്ടർ എന്ന് പറയുന്നത്. കർത്താവ് ഇങ്ങോട്ട് ഇറങ്ങി വരുക. പത്രോസ് പറയുക, എനിക്ക് നിൽക്കാൻ പറ്റില്ല. അതിന്റെ ഉത്തരം കർത്താവ് എന്നാ പറഞ്ഞെന്നും കൂടെ കാണിച്ചിട്ട് നമ്മൾ കർത്താവിനെ സ്തുതിക്കാൻ പോവുകയാണ്. വാക്യം 10-ന്റെ 2-ാം ഭാഗം. ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും. എന്നെ വിട്ടുപോണേ എന്ന് പറഞ്ഞവനോട് കർത്താവ് പറയുക, നിന്നെയും കൊണ്ടേ ഞാൻ പോവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നെ വിട്ടുപോണേ എന്ന് പറഞ്ഞവനോട് കർത്താവിന്റെ മറുപടി, നിന്നെ അങ്ങനെ വിടാനല്ല ഇപ്പൊ വന്നത്, നിന്നെ എനിക്ക് വേണം എന്ന് മാത്രമല്ല, നിന്നെ ഞാൻ ചിലത് ഏൽപ്പിക്കാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കണ്ണുകൾ അടയ്ക്കാം. കർത്താവ് ചിലത് ഈ ക്ലാസ്സിൽ വെച്ച് നിങ്ങളെ ഏൽപ്പിക്കട്ടെ. വിശേഷാൽ ചെറുപ്പക്കാരോട് കർത്താവ് ചിലത് ഏൽപ്പിക്കാൻ പോവുകയാണ്. ഏലിയുടെ കാലത്ത് ദൈവത്തിന് ഒരു ശമൂവേലിനെ ആവശ്യമുണ്ടായിരുന്നു. ശമൂവേൽ വളരെ യങ്ങായിരുന്നു, വളരെ പരിചയക്കുറവുണ്ടായിരുന്നു. പക്ഷെ കർത്താവ് അവനെ അങ്ങ് ഏൽപ്പിക്കുകയായിരുന്നു. ഈ കാലഘട്ടത്തിൽ കർത്താവ് ചിലത് ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എത്ര പേരത് ഏറ്റെടുക്കും? അല്പനേരം കർത്താവിനെ സ്തുതിച്ചു തുടങ്ങാം. സഹോദരന്മാരെ പാട്ടുകൾക്ക് പാടും. ഹല്ലേലൂയ. വിളിക്കുന്നു യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, കണ്ണീരെല്ലാം തുടയ്ക്കും കൺമണി പോലെ കാക്കും, കണ്ണീരെല്ലാം
കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടു നിന്നെ കാത്തിടും കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടു നിന്നെ കാത്തിടും യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. ആമേൻ. രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 22-ാമത്തെ വാക്യം നമുക്ക് എടുക്കാം. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം. പത്രോസ് അവന് നേരിട്ട് കൊണ്ടുപോയി, കർത്താവേ, അതരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16:22. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി. കർത്താവേ, അരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. ചിരിക്കാൻ ചിലപ്പോൾ നമുക്ക് തോന്നും പത്രോസിന്റെ പരിപാടികൾ കണ്ട. പക്ഷേ പഠിക്കാനുള്ള അവസരമായിട്ട് അതിനെ ഉപയോഗിക്കുന്നതാണ് അധികം നല്ലത്. Peter took him aside and began to rebuke him. എന്തൊരു വാക്കാ ഉപയോഗിച്ചിരിക്കുന്നത്. Never, Lord. This shall never happen to you. പത്രോസ് കർത്താവിനെ എന്ത് ചെയ്തു? അതിന്റെ വീഡിയോ നമ്മുടെ കയ്യിലില്ല. ഇങ്ങനെ ചെന്ന് തോളെ തട്ടി, ഇഞ്ഞു വന്നേ ഒരു കാര്യം പറയട്ടെ. വേറിട്ട് കൊണ്ടുപോയി എന്നുള്ള വാക്കാ ഞാൻ പറയുന്നത്. ഇഞ്ഞു വന്നേ. ഇപ്പൊ ആൾക്കാരുടെ ഇടയിൽ നിന്ന് മാറ്റി ചെവി ചെന്നിട്ട് പറഞ്ഞത് പറഞ്ഞു. ഇനി മേലാൽ ഇങ്ങനത്തെ കാര്യം പറയും. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? എന്ത് പറഞ്ഞപ്പോഴാണ് അത് ഉണ്ടായത് എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ദൈവവചനം ധ്യാനിക്കുകയാണല്ലോ, അതുകൊണ്ട് ഒരു മിനിറ്റ് അതിനുവേണ്ടി എടുക്കാം. 21-ാം വാക്യം ഒന്ന് വായിക്കാവോ? 21. അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. അപ്പോൾ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള പ്രസ്താവനയാണ് പത്രോസിനെ ഇങ്ങനെ പെരുമാറുവാൻ പ്രേരിപ്പിച്ചത്. സഹനത്തിന്റെ വാക്കുകൾ,
അപമാനത്തിന്റെ സാധ്യതകൾ, വേദനയുടെ സാധ്യതകൾ, മരണത്തിന്റെ സാധ്യതകൾ ക്രിസ്തീയ ജീവിതത്തിന് ഉണ്ട് എന്ന ആദ്യത്തെ മുന്നറിയിപ്പാണ് ഇത്. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന മാർഗമാണ് ക്രിസ്തീയ മാർഗം എന്ന ധാരണയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരുന്ന അതേ കടലിൽ, അതേ തടാകത്തിൽ, അതേ പടക്, അതേ വല, അതേ മനുഷ്യരെ ഉപയോഗിച്ച് ചരിത്രത്തിൽ ആരും പിടിക്കാത്ത വലിയ മീൻ കൊയ്ത്ത്, ഹാർവസ്റ്റ് ഓഫ് ഫിഷിംഗ് നടത്തിയ മെശിയാ തമ്പുരാന്റെ പുറകെയാണ് ഇവർ നടക്കുന്നത്. അപ്പോ കാറ്റിനെയും കടലിനെയും നിലയ്ക്ക് നിർത്താൻ കഴിവുള്ളവൻ, രോഗത്തെയും ഭൂതത്തെയും പിശാചിനെയും വരച്ചവരെ നിർത്താൻ കഴിവുള്ള മജിഷ്യൻ, ഇങ്ങനെയൊരു യേശു അസാധാരണവും അപ്രിയവുമായ ഒരു കാര്യം വെളിപ്പെടുത്തുന്നു. ഇതിന്റെ പേരാണ് അപ്രിയ സത്യം. അതിനകത്ത് എന്തൊക്കെ അടങ്ങിയിരിക്കുന്നത്? അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് സഹനം. മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച്. അപ്പൊ ഒന്ന് സഹനം, രണ്ട് പെയിൻ, വേദന. വേദനയ്ക്കകത്താണല്ലോ സഹനം വരുന്നത്. വേദന മാത്രമല്ല, അല്ലാതെയും സഹനങ്ങൾ ഉണ്ട്, അല്ലേ? മാനസിക പ്രയാസങ്ങളും ഒക്കെ സഹിക്കണം. അപ്പൊ സഹനം, വേദന. മൂന്ന് ക്രൂശ്. മരണമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ക്രൂശ് മരണം. നല്ല മരണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന മരണം അല്ല യേശുവിന് കിട്ടിയത്. മരണം, അടക്കം, ഇതൊക്കെ വലിയ സംഭവമാക്കി മാറ്റിയായിരുന്നു നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക്. ഈ കോവിഡിന് മുമ്പ് ഒരു 10 കൊല്ലം സഭ മരണം വലിയ ഒരു സംഭവമാക്കി മാറ്റിയായിരുന്നു. 3-4 വീഡിയോക്കാരൊക്കെയാ ഒരു മരണത്തിന് വരുന്നത്. അത് വലിയ സിനിമ ഷൂട്ടിംഗ് സ്റ്റൈലാണ്. എന്നിട്ട് ആ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള പ്രസംഗിയരെയായിരിക്കും ശവടക്കിനെ വിളിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു വലിയൊരു അബദ്ധം ഒരിക്കൽ പറ്റി. അതും പറയാം. ഇതിപ്പം ലോകത്തുള്ളവർ മുഴുവൻ കാണുന്നതാണല്ലോ, കാണുന്നതിന് കുഴപ്പമില്ല. 8 മക്കളോ 9 മക്കളോ ഉള്ള ഒരു അമ്മ മരിക്കുന്നു. മക്കളെല്ലാവരും വിദേശ രാജ്യത്ത് ഉന്നത ജോലിയിലിരിക്കുന്നു. ആ വർഷം അമേരിക്കയിൽ നടന്ന കോൺഫറൻസിൽ ഞാനായിരുന്നു പ്രസംഗിച്ചത്, കർത്താവിൻ്റെ കൃപയാൽ. അപ്പോൾ ഈ മക്കളെല്ലാവരും കൂടി എന്നെ ഫോൺ വിളിക്കുന്നു, ഇങ്ങനെ അമ്മയുടെ ഫ്യൂണറലിന് വരണം. അപ്പം എനിക്ക് ഈ അമ്മയെ അറിയത്തില്ല, ഈ മക്കളെ അറിയത്തില്ല. നോക്കണേ, എനിക്ക് പറ്റിയ അബദ്ധം. എനിക്കറിയത്തില്ല. അപ്പം ഞാൻ അറിയാത്ത സ്ഥലത്ത് എന്തോ പറയാനാ പോണേ? കല്യാണത്തിനും മരണത്തിനും നമുക്ക് അറിവ് വേണം. അത് ഞാൻ തീരുമാനിച്ചു. കല്യാണം കഴിക്കാൻ പോണ ചെറുക്കനെ എനിക്കറിയാൻ മേല, പിന്നെ ഞാൻ ഗസ്റ്റായിട്ട് പോയി കല്യാണം നടത്തിയാൽ ഇവൻ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ഞാൻ എങ്ങനെയാ അറിയുന്നത്? അപ്പൊ ഇതെല്ലാം അനാചാരങ്ങളാണ്, അനാവശ്യമായ ചടങ്ങുകളാണ്. ഓക്കെ, മരിച്ചു കിടക്കുന്ന ആളെ പറ്റി ഒന്നും അറിയാൻ മേല. ഈ രാഷ്ട്രീയ പ്രവർത്തകർ വന്നിട്ട് ചോദിക്കും ആണാണോ പെണ്ണാണോ എന്ന്, ചെവി ചോദിക്കും. കാരണം വെള്ള തുണിയിട്ട് മൂടിയിരിക്കല്ലേ, ഒരു പിടിയും കിട്ടത്തില്ല. അപ്പൊ ഇവരെന്നെ നിർബന്ധിച്ചു. അപ്പൊ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഡേറ്റ് ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവര് പറഞ്ഞ് ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് വിളിക്കാം. അവരാലോചിച്ച് വെച്ച് വിളിച്ചു. എന്നാ ഡേറ്റ് ഉള്ളത്? അപ്പൊ അന്ന് വരെ ഫ്രീസറിൽ വെക്കുക. ചുരുക്കി പറഞ്ഞാൽ പോകേണ്ടി വന്നു. സ്ഥലം പറയുന്നില്ല. ചെന്നു. എന്തൊരു ഗംഭീരമായ വരവേൽപ്പായിരുന്നു. നമ്മളെ കാർ പാർക്ക് ചെയ്യുന്നിടത്തുനിന്ന് എതിരേറ്റ് കൊണ്ടുപോകുന്നു. എല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ തലയ്ക്കിട്ടൊരടി തരുന്ന പോലെ ഒരാള് എനിക്ക് തൊട്ട് മുമ്പ് എഴുന്നേറ്റു.
അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം ഇപ്പം നിത്യതയിലാണ്. അദ്ദേഹം എഴുന്നേറ്റ് വെച്ച് പറഞ്ഞു, ഈ വീട്ടിലെ പല പ്രാവശ്യം ഞാൻ ട്രാക്റ്റുമായിട്ട് വന്നിട്ട് എന്നെ കയറ്റിയില്ല. എന്നാൽ ഈ കിടക്കുന്ന അമ്മച്ചിയുടെ ഉള്ളിൽ സുവിശേഷത്തോട് വലിയ സ്നേഹം ഉണ്ടായിരുന്നു. അമ്മച്ചി കാല് പിടിച്ചു. അങ്ങനെ അപ്പച്ചൻ അനുവദിച്ചു. ഈ അപ്പുറത്ത് കാണുന്ന തൊഴുത്തിലാണ് 1 കൊല്ലം ബൈബിൾ ക്ലാസ് നടത്തിയത്. അന്നൊന്നും ഈ കർത്താവിൽ പ്രസിദ്ധരൊന്നും ഇല്ലായിരുന്നു. എനിക്കിട്ടാ. ഇപ്പൊ ഞാൻ അവിടെ ഇരുന്ന് കർത്താവിനോട് ചോദിച്ചു. അപ്പൊ കർത്താവിനോട് ചോദിച്ചു, നിനക്ക് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അനുഭവിച്ചോളാൻ പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ആ മനുഷ്യനല്ലേ ആ ശുശ്രൂഷ നടത്തേണ്ടത്? പുള്ളിക്ക് സമയമില്ല. പുള്ളിക്ക് ആകെ 5 മിനിറ്റ് ഇവർ കൊടുത്തുള്ളൂ. അതിന്റെ വിഷമത്തിനാണ് അത് പറഞ്ഞത്. എനിക്ക് എത്ര മിനിറ്റാണെന്നറിയാവോ? ഇഷ്ടം പോലെ സമയം. അന്നൊന്നും ഈ ലോകപ്രസിദ്ധരൊക്കെ എവിടെയായിരുന്നു? പുള്ളിയുടെ അടുത്ത ചോദ്യം. പുള്ളി പറഞ്ഞതെല്ലാം കറക്റ്റ് കാര്യങ്ങളല്ലേ, അതിനകത്ത് തന്നെ കുഴപ്പമുള്ള. പക്ഷെ അന്നേരം നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് പോലെ വന്നു. നല്ല മരണമായിരുന്നു, നല്ല അടക്കമായിരുന്നു അല്ലേ? അപ്പൊ നല്ല മരണം, നല്ല അടക്കം, ഇത് നമ്മുടെ വലിയ സ്വപ്നമാണ്. എല്ലാം ഉടച്ചു വാർത്തു ഈ കോവിഡ്. ഇപ്പൊ ആർക്കും വീഡിയോ എടുക്കേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ സങ്കല്പങ്ങളെയും ധാരണകളെയും പൊളിക്കുകയാണ്. അനേക മണിക്കൂറുകളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. സുവിശേഷം പറഞ്ഞിട്ടുമില്ല. അതിന് പകരം ഒരു പരിചയമില്ലാത്ത ആളുകളൊക്കെ എഴുന്നേറ്റ് നിന്ന് മുഖസ്തുതി പറഞ്ഞ് സമയം കളയായിരുന്നു. വിഷയം വിട്ടുപോയി തിരിച്ചു വരുന്നു. സഹനം, വേദന, ക്രൂശ് മരണം. നല്ല മരണമല്ല, ഏറ്റവും മോശം മരണം മശിഹാ തമ്പുരാന് കിട്ടാൻ പോകുന്നു എന്ന പ്രസ്താവനയുടെ മുൻപിൽ പത്രോസ് പിടിവിട്ടുപോയിട്ട് കർത്താവിനെ ശാസിച്ചു നമ്മൾ വായിക്കുന്നു. ഇതാണ് പത്രോസിന്റെ രണ്ടാമത്തെ അബദ്ധം. സൃഷ്ടാവിനെ ശാസിക്കുക, ശിഷ്യൻ ഗുരുവിനെ ശാസിക്കുക, മകൻ അപ്പനെ ശാസിക്കുക. എത്ര ഭീകരമാണ് ആ വാക്യം! അത് ഹൈലൈറ്റ് ചെയ്ത് ബൈബിളിൽ ഇട്ടോണം. ഇത് നമുക്കും നാളെ സംഭവിക്കാം. സൃഷ്ടാവിനെ ശാസിക്കുക. പത്രോസ് യേശുവിനെ ശാസിച്ചു. വിളിച്ച് മാറ്റി കൊണ്ടുപോയി ശാസിച്ചു. ശാസിച്ചു എന്ന വാക്ക് കൃത്യമായിട്ട് ബൈബിളിലുണ്ട്. പല തർജ്ജിമയും ഞാൻ നോക്കിയുണ്ട്. അപ്പോൾ പത്രോസിന്റെ അന്നേരത്തെ ആ ബോഡി ലാംഗ്വേജും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതെന്തുകൊണ്ടായിരിക്കും? അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല. അത്രേ ഉള്ളു കാര്യം. പ്രിയപ്പെട്ടവരെ, ഒരു സന്ദേശം ഇതിനകത്തുണ്ട്. സഹനവും വേദനയും നിന്ദയും അപമാനവും മരണവും ക്രിസ്തുമാർഗത്തിൽ ഉണ്ട്. അതൊഴിവാക്കിക്കൊണ്ട് ഒരു ക്രിസ്തുമാർഗം സ്വപ്നം കാണണ്ട. അത് സ്വീകരിക്കുവാനായിട്ട് എപ്പോഴും നമുക്ക് ഒരുങ്ങിയിരിക്കാം. നല്ല മരണം എന്ന് നമ്മൾ വിചാരിക്കുന്നത് അല്ല നല്ല മരണം. കർത്താവിൻ്റെ ഹിതം നമ്മളിലൂടെ നിറവേറ്റി ജീവിതയാത്ര പൂർത്തീകരിക്കുന്നതാണ് നല്ല മരണം. അടക്കം എങ്ങനെ വേണമെന്ന് ബൈബിളിൽ ഇല്ല. അതും ഇപ്പൊ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുക.
ഈ തിങ്കളാഴ്ച അതിനുവേണ്ടി ഒരു മീറ്റിംഗ് ഗുഡ് ന്യൂസ് സംഘടിപ്പിച്ചിരിക്കുക. അടക്കത്തെക്കുറിച്ച് ആളുകൾ കൺഫ്യൂഷനാണ്. അടക്കം എങ്ങനെ വേണമെന്നും ബൈബിളിൽ പുതിയ നിയമത്തിൽ ഇല്ല. സ്തേഫാനോസിനെ പത്രോസ് അടക്കി എന്ന് എഴുതിയിട്ടില്ല, ഭക്തിയുള്ള പുരുഷന്മാരടക്കി എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ അവിടെ ആദിമസഭ ആ കാര്യത്തിന് അത്ര വലിയ പ്രാധാന്യം കൊടുത്തില്ല. ഓക്കെ, അപ്പോൾ ഈ കഷ്ടവും നിന്ദയും അപമാനവും ഏറ്റെടുക്കാനുള്ള വിഷമം കാരണം പത്രോസ് ചാടിക്കേറി അങ്ങ് പറഞ്ഞു. ഇത് പത്രോസിന് മാത്രമല്ല, എല്ലാവരുടെയും മനസ്സിലുണ്ട്. പാവം പത്രോസ് ആയതുകൊണ്ട് അതങ്ങ് പറഞ്ഞു. എല്ലായിടത്തും ഏതെങ്കിലും 1-2 പാവങ്ങൾ കാണുമല്ലോ, അവര് പറഞ്ഞോളൂ. ബാക്കിയുള്ളവർ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും. ബാക്കിയുള്ളവരെല്ലാം ചിന്തിച്ചു, ക്രൂശി മരണോ, നിന്നയോ, അപമാനമോ? ഇപ്പൊ ഈ 2-3 ആഴ്ചയായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. അപ്പൊ ഈ കൊച്ച് ഇവിടെ ഉണ്ട്, മോളുടെ കുട്ടി. പുള്ളി ഒന്ന് ഇറങ്ങാൻ വേണ്ടി അങ്ങോട്ട് മല്ല് പിടിക്കും. ഞാൻ പറഞ്ഞു പോലീസ് പിടിക്കും. അപ്പച്ചനുണ്ടെങ്കിൽ പോലീസ് വല്ലോ അടുത്ത് വരുമോ? അപ്പൊ അപ്പച്ചൻ എന്ന് പറഞ്ഞ സർവശക്തനാണെന്നാ കൊച്ചിന്റെ ഇപ്പോഴത്തെ ധാരണ. അതൊക്കെ മാറണം, ഇനി ഇച്ചിരി കഴിയണം. പത്രോസിനും ശിഷ്യന്മാർക്കും കൂടെയുള്ള ശിഷ്യന്മാർക്കും ചിന്തിക്കാൻ പറ്റത്തില്ല. യേശു കൂടെയുള്ളപ്പം മരണോ? യേശു കൂടെയുള്ളപ്പോൾ നിന്നയോ, അപമാനമോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മറുപടി 23-ാമത്തെ വാക്യം. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടുപോകും. അപ്പോ പത്രോസിന്റെ ആ മനോഭാവത്തെ കർത്താവ് കരുണയില്ലാതെ ശാസിക്കുകയായിരുന്നു. നീ എനിക്ക് മാർഗതടസ്സമാകുന്നു എന്നാണ് ഒരു തർജിമയില്. You are in my way an offense and a hindrance എന്നാ പറഞ്ഞിരിക്കുന്നത്. നീ എനിക്ക് മാർഗതടസ്സമാണ്. സാത്താനെ എന്നെ വിട്ടുപോകും, നീ എനിക്ക് ഇടർച്ചയാകുന്നു. കർത്താവ് വിട്ടുവീഴ്ചയില്ലാതെ ഇടപെട്ടു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു, താക്കോല് കൊടുക്കുന്നത് ഇവിടെ വെച്ച. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. അപ്പൊ ഈ താക്കോല് കിട്ടിയപ്പോൾ നഗളം. അതുകൊണ്ടാണ് മറ്റാരും ഇടപെടാതെ പത്രോസ് കയറി ഈ വിഷയത്തിൽ ഇടപെട്ട് കർത്താവിനെ ശാസിക്കാനൊക്കെ അങ്ങ് തയ്യാറായത്. ഒരു ചെറിയ ശുശ്രൂഷയൊക്കെ കിട്ടിക്കഴിയുമ്പം, ഒരിച്ചിരി അംഗീകാരമൊക്കെ കിട്ടിക്കഴിയുമ്പം നഗളം ഉണ്ടാകും. ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു വഴിയില്ല. ഇങ്ങനെ കർത്താവ് തലക്കിട്ട് അടിച്ച് അത് മാറ്റിയാലേ മാറുള്ളൂ. പരസ്യമായിട്ട് സാത്താനെ എന്നൊക്കെ വിളിച്ചപ്പോൾ ഏതാണ്ടൊന്ന് ഒതുങ്ങിക്കാണും. അപ്പൊ എനിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്, കർത്താവ് മാറ്റി രഹസ്യത്തിൽ അങ്ങനെ വിളിച്ചാൽ പോരായിരുന്നോ സാത്താനെ എന്ന്? രഹസ്യത്തിൽ ഒന്നും വിളിച്ചാൽ പറ്റുകയില്ല. ഇതൊക്കെ പരസ്യമായിട്ട് കൊടുത്താലേ മാറുള്ളൂ. സാത്താനെ എന്നെ വിട്ടുപോകും, നീ എനിക്ക് ഇടർച്ചയാവും. ഒയ്യോ, ശിഷ്യന്മാരുടെ മുമ്പിൽ ഇനിയും തലപൊക്കി ഒരു ശുശ്രൂഷ ചെയ്യാൻ ഉടനെ പറ്റത്തില്ല. മുട്ടൊക്കെ ഇടിച്ച് ഒരു വിധത്തിലാണ് കയറി നിന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ആണ്ട് ഉള്ളതോടെ ഇല്ലാണ്ടായി. ഇതൊക്കെ ആവശ്യമാണ്. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. പൗലോസിന്റെ വാക്ക്.
ക്രിസ്തീയ ശുശ്രൂഷയിലെ ഏറ്റവും വലിയ അപകടമാണ് നിഗളം. ആ നിഗളത്തിൽ നിന്നാണ് സ്ഥാന മോഹവും മത്സരവും ആരംഭിക്കുന്നത്. ക്രിസ്തീയ ശുശ്രൂഷയിലെ രണ്ടാമത്തെ അപകടമാണ് ഫിനാൻസ്. ക്രിസ്തീയ ശുശ്രൂഷയ്ക്ക് പണം ആവശ്യമാണ്. പണം ഒത്തിരി ആവശ്യമാണ്. ഒത്തിരി ആവശ്യമാണ്. പക്ഷേ ക്രിസ്തീയ ശുശ്രൂഷയിൽ പണം ആരംഭത്തിലൊക്കെ ഇച്ചിരി ടൈറ്റ് ആണെങ്കിലും പിന്നീട് പണം ഒഴുകി വരും. അങ്ങനെ ഒഴുകി വരുമ്പോൾ ശുശ്രൂഷകർ അത് സ്വന്തം കയ്യിൽ തൊടാതെ ഉപയോഗിച്ചാൽ നല്ലത്. ഇല്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ട്. ലോകപ്രസിദ്ധനായ പോൾ യോങ്ങിച്ചോയെ ഇന്റർവ്യൂ ചെയ്ത പത്രപ്രവർത്തകൻ 1 മണിക്കൂർ നേരത്തെ ഇന്റർവ്യൂവിന് ശേഷം ഒടുവിൽ ഒരു ചോദ്യം ചോദിച്ചു. അടുത്ത തലമുറയിലെ ശുശ്രൂഷകരോട് പറയുവാൻ ഒരു ഉപദേശം പറയാമോ? ഒറ്റ വാക്കിൽ അദ്ദേഹം പറഞ്ഞു, പണം കൈകാര്യം ചെയ്യാതിരിക്കുക, പണത്തെ കൈകൊണ്ട് തൊടാതിരിക്കുക. ക്രിസ്തീയ ശുശ്രൂഷയ്ക്ക് വരുന്ന പണം വിശ്വസ്തരെ ഏൽപ്പിക്കുക, ശുശ്രൂഷകൻ അതിൽ നിന്ന് മാറി നിൽക്കുക. അപ്പോൾ നിഗളം, സ്ഥാനമോഹം, പണം, പിന്നെ മറ്റു ചില ബലഹീനതകൾ. ഇതെല്ലാം അറിയാവുന്ന കർത്താവ് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് അധികം വൈകാതെ തന്നെ സാത്താനെ എന്നെ വിട്ടുപോ എന്ന് പറഞ്ഞ് പത്രോസിനെ ശാസിക്കുന്നു. പത്രോസാണ് പാറയെന്നും പത്രോസാണ് പാത്രിക്കീസ് എന്നും പത്രോസാണ് പോപ്പെന്നും ഒക്കെ പറയുന്നവർ പത്രോസാണ് സാത്താൻ എന്നും കൂടെ പറയാൻ മറക്കരുത്. ഒന്നുകൂടെ പറയാം, പത്രോസാണ് പാറ, പത്രോസിന്റെ മേലാണ് പള്ളി പണിതത്, പത്രോസാണ് പാത്രിക്കീസ്, പത്രോസാണ് പോപ്പ്, ഒന്നാമത്തെ പോപ്പ് എന്നെല്ലാം പറയുന്നവർ പത്രോസ് ഒരു അല്പസമയത്തേക്ക് സാത്താനും ആയിരുന്നു എന്ന കാര്യം മറക്കണ്ട. ഇവിടെ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? നമ്മൾ ക്രിസ്തീയ ശുശ്രൂഷയിൽ എത്ര ഉയർന്നാലും നമ്മൾ മനുഷ്യരാണ്. ഏതു സമയത്തും നമ്മളെ സാത്താന് സ്വാധീനിക്കാം. സാത്താൻ സ്വാധീനിക്കുകയല്ല, സാത്താനായി മാറാം. ശ്രദ്ധിക്കുക, ശ്രദ്ധ പോകല്ലേ. ശൗലിനെ അഭിഷേകം ചെയ്തത് ദൈവമാണ്. ശൗലിനെ ശക്തിപ്പെടുത്തിയത് പരിശുദ്ധാത്മാവാണ്. പക്ഷേ ശൗലിൽ നിന്ന് അഭിഷേകം നഷ്ടപ്പെട്ടപ്പോൾ ശൗലിന്മേൽ ദുരാത്മാവ് കയറി. പിന്നീടുള്ള ചരിത്രം ശ്രദ്ധിച്ചാൽ ശൗല് പക്ക പിശാചായി മാറുക. അതെങ്ങനെയാ അറിയുന്നേ? അഭിഷേകമുള്ളവനെ കണ്ടാൽ അപ്പം കുത്തണോന്നുള്ള ചിന്തയാണ്. അതാ പിശാചിന്റെ ലക്ഷണം. അഭിഷേകമുള്ളവരെ കാണാൻ മേല. ശൗല് എത്രയോ വൃത്തികെട്ട അവസ്ഥയിലേക്ക് തരം താണു പോയി. ഇപ്പൊ ശൗലെ, നിന്റെ മുഖ്യ ശത്രു ആരാ? എന്റെ മുഖ്യ ശത്രു ദാവീദ്. നോക്കണേ, എന്ത് ഭീകരമല്ലേ? ശൗലെ, ആരാ നിന്റെ മുഖ്യ ശത്രു? എന്റെ മുഖ്യ ശത്രു ദാവീദ്. ഇതെന്താ ഇങ്ങനെ? നിന്നെയും നിന്റെ രാജ്യത്തെയും കൊന്നു കൊലവിളി നടത്താൻ വന്ന ഗോലിയാത്തിനെ തലയറുത്ത് നിന്റെ മുമ്പിൽ കൊണ്ടു തന്നത് ഈ ചെറുക്കനല്ലേ? അതൊന്നും ഞാൻ ഓർക്കുന്നില്ല. എന്റെ ഇപ്പോഴത്തെ അജണ്ട എന്ന് പറയുന്നത് ഇവനെ വകവരുത്തുക. ഇത് ഓർക്കണം.
അഭിഷേകത്തിനെതിരെ പടവാളുയർത്തുന്ന ഒരു ഗ്യാങ് എല്ലാ കാലത്തും ഉണ്ട്. അഭിഷേകത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരാളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ഒരു വലിയ സന്നാഹം അന്നു മുതൽ ഇന്നു വരെയുണ്ട്. വാസ്തവത്തിൽ ശൗലേ, നിന്റെ മുഖ്യ ശത്രു ദാവീദല്ല. ദാവീദ് നിന്റെ മിത്രമാണ്. നിന്റെ അങ്കിയുടെ അറ്റം മുറിച്ചാൽ ചങ്ക് പൊട്ടി കരയുന്നവനാ ദാവീദ്. ദാവീദ് നിന്റെ ഒരു രോമം പോലും പറിച്ചെടുക്കത്തില്ല. കാരണം അവന്റെ മേലുള്ളത് പരിശുദ്ധാത്മാവാണ്. അവൻ ഒരിക്കലും നിന്റെ ശത്രുവല്ല. നീ ഇങ്ങനെ ബിഹേവ് ചെയ്യുമ്പോൾ നീ ശത്രുപക്ഷം ചേരുകയാണ്. ശത്രു നിന്നെ ഉപയോഗിക്കുകയാണ്. ദാവീദിനെ ഈ തലമുറയിൽ ദൈവം കണ്ടെത്തി അഭിഷേകം ചെയ്തതാണ്. അവനെ നീ വേട്ടയാടുന്നത് നീ ദൈവത്തിനെതിരെ നീങ്ങുകയാണ്. താങ്ക് യു ജീസസ്. അപ്പോൾ എന്താ നമ്മുടെ പാഠം? നമ്മൾ എത്ര കൃപാവരങ്ങൾ ഉള്ളവരാണെങ്കിലും, എത്ര വചന നിശ്ചയമുള്ളവരാണെങ്കിലും, നമ്മളൊരു സാത്താനായി മാറാൻ അധിക സമയം വേണ്ടെന്നാ. സാത്താനാൽ ഉപയോഗിക്കപ്പെടുന്ന ഉപദേശിമാരുണ്ടോ? ഉണ്ടെന്ന് ഈ വാക്യം പറയുന്നു. ഉണ്ടെന്ന് ഈ വാക്യം പറയുന്നു. പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ശുശ്രൂഷകന്മാരുണ്ടോ? ഉണ്ടെന്ന് മത്തായി സുവിശേഷം 16:23 പറയുന്നു. പിശാചിനാൽ ഉപയോഗിക്കപ്പെടുന്ന, പിശാചിന്റെ പക്ഷം ചേരുന്ന, സാത്താന്റെ ആളായി മാറുന്ന, സാത്താനായി മാറുന്ന ശുശ്രൂഷകരുണ്ടോ? ഉണ്ട്. ഈ അപകടം നാം അറിയാതെ പോകരുത്. പത്രോസിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധങ്ങളിൽ ഒന്നായിരുന്നു അത്. കർത്താവ് അത്രയും അങ്ങ് ഓപ്പണായിട്ട് അതിനെ അങ്ങ് ശാസിച്ചത് കൊണ്ട് പത്രോസ് അതിനെ ജയിച്ചു. എങ്ങനെയാണെന്നറിയാവോ? തല കുനിഞ്ഞുപോയി, നടു ഒടിഞ്ഞുപോയി. പരസ്യമായിട്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ, ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധ പോകാതിരിക്കാൻ ഞാനൊന്ന് സ്പെഷ്യലായിട്ട് പറയുക. ഈ 16-ാം അധ്യായത്തിൽ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞപ്പോ കർത്താവ് ഇയാളെ അങ്ങോട്ട് പുകഴ്ത്തിയതും കൂടെ നിന്ന 11 പേർക്കും സന്തോഷമായി കാണുമോ? കൂടെ വന്ന 11 പേരും അത് കേട്ടപ്പോ ഗ്ലോറി, രക്തത്താൽ ജയം എന്ന് പറഞ്ഞു കാണുമോ? ഇല്ല. അവര് മനസ്സിൽ പതുക്കെ പല്ല് ഇറുമി കാണും. ഓ, ഞങ്ങളെല്ലാരും ഒരുപോലെയല്ലേ, ഒരാൾക്ക് തന്നെ എത്ര പ്രത്യേകത എന്ന് പറഞ്ഞു കാണുകയല്ലേ. മനുഷ്യരാണ് അങ്ങനെയൊക്കെയാ. ഞാൻ ഇന്നലെയാന്ന് തോന്നുന്നു നമ്മുടെ ഒരു ടീമിലെ സഹോദരനോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരാളെ ഓവറായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു കാര്യവും ഉണ്ടാകരുത്. ഉണ്ടായാൽ അത് ഗുണത്തിന് പകരം ദോഷമാവും. അപ്പൊ കർത്താവ് പത്രോസിനെ എൻകറേജ് ചെയ്തു, ശരിയാണ്. പക്ഷെ ഇപ്പൊ കർത്താവ് പത്രോസിനെ സാത്താനെ എന്ന് വിളിച്ചപ്പോൾ ഈ ബാക്കി 11 പേര് എന്നാ പറഞ്ഞു കാണും? നിനക്കത് വരണം. അവർക്കിപ്പോ ഒരു ആശ്വാസമായി എന്ന് എനിക്ക് തോന്നുന്നു. അതായത് 16-ൽ 11 പേർക്കുണ്ടായ ആഘാതം 16-23 ഏതാണ്ടൊന്ന് മാറിക്കിട്ടി. ഒന്നുകൂടെ പറയാം. മത്തായി സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യത്തിൽ 11 ശിഷ്യന്മാർക്കുണ്ടായ മനപ്രയാസം 16-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട്.
ഇത് കർത്താവ് പരസ്യമായിട്ട് ചെയ്തതുകൊണ്ട് പത്രോസ് ഒത്തിരി താഴാനും ഒത്തിരി തകരാനും ഒക്കെ കാരണമായി തീർന്നു. നമുക്ക് നമ്മളെ അറിയത്തില്ലല്ലോ. നമുക്ക് നെഗളം ഉണ്ടെന്ന് നമുക്ക് എന്നെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നുകയില്ല. എൻ്റെ ഈ 4 നൂറ്റാണ്ടിലധികമുള്ള ശുശ്രൂഷയിൽ ഒരേ ഒരു സഹോദരി എന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് അസൂയുണ്ടെന്ന് എനിക്ക് ഈ അടുത്ത കാലത്താണ് മനസ്സിലായെന്ന് പറഞ്ഞു. അതൊന്ന് മാറാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ചരിത്രത്തിൽ എനിക്ക് അങ്ങനെ ഒരാളെ പിടികിട്ടിട്ടുള്ളൂ. എനിക്ക് നെഗളമുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല. എനിക്ക് അസൂയുണ്ട് എന്നാരും പറയുകയില്ല. പക്ഷെ ഈ വചനം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്, നമ്മളിലും മറഞ്ഞു കിടക്കുന്ന ഒരു നെഗളത്തിൻ്റെ ആത്മാവുണ്ട്. അത് പിശാചിൻ്റെതാണ്, അത് പിശാചാണ്. അതുകൊണ്ടാണ് കർത്താവ് പിശാചെ എന്ന് വിളിച്ചത്, നിഗളം. അങ്ങനെ പത്രോസ് പരസ്യമായി അപമാനിക്കപ്പെടുന്നു. നാളെ ചർച്ചിൻ്റെ ഏറ്റവും മികച്ച ലീഡറാകേണ്ട ആള് പരസ്യമായി ചവിട്ടി തേച്ച് അപമാനിക്കപ്പെടുന്നു. സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകും. പത്രോസിന്റെ അബദ്ധങ്ങൾ. ഒരു മിനിറ്റ് ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ലേഖനത്തിലോട്ടൊന്ന് പോവുക. 1 പത്രോസ്, വളരെ ശ്രദ്ധയോടെ അടുത്ത 10 മിനിറ്റ്. 1 പത്രോസ് 5-ാം അധ്യായം 1 മുതൽ നമുക്ക് 5 വാക്യങ്ങൾ വായിക്കാം. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടർ മൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന്റെ കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവീൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവീൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഔവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു എന്ന ഈ വെളിപ്പാട് മത്തായി സുവിശേഷം 16:22 നിന്നാണ് പത്രോസിന് കിട്ടിയതെന്നാണ് എൻ്റെ നിഗമനം. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിലെ മറക്കാൻ കഴിയാത്ത ആ സംഭവമാണ് ഈ ലേഖനത്തിൽ താഴ്മയെക്കുറിച്ച് എഴുതാൻ തന്നെ പ്രേരിപ്പിച്ചത്. വിശേഷാൽ താൻ അത് എഴുതുന്നത് പാസ്റ്റേഴ്സിന് വേണ്ടിയാണ്. പാസ്റ്റർമാരുടെ പാസ്റ്ററായ പത്രോസിന് താൻ വളരെ പ്രസിദ്ധനായ ശേഷം നെഗളത്താൽ കർത്താവിന്റെ കയ്യിൽ നിന്ന് പരസ്യ ശാസന വാങ്ങേണ്ടി വന്നു. അതുകൊണ്ട് താൻ ശുശ്രൂഷകന്മാരോട് പറയുകയാണ്, മൂപ്പന്മാർക്ക് കീഴടങ്ങുന്നത് നല്ലതാണ്. ഇളയവരെ, ചെറുപ്പക്കാരെ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങണം. അനുഭവത്തിൽ നിന്നാ പറയുന്നത്. ഒരാളേക്കാൾ വലുതാകരുത്. ദൈവം
നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. നമുക്കിഷ്ടമുള്ള ഒരു വാക്യമാണ്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. പക്ഷെ ആ വാക്യം ഒന്ന് തിരിച്ചിട്ട് നോക്കണം. ദൈവം നമുക്ക് പ്രതികൂലമെങ്കിൽ നമുക്ക് ആരനുകൂലമായിട്ട് എന്നാ ഗുണം? ആ വാക്യം നോക്കി, ദൈവം നിഗളിക്ക് എതിരാണ്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കും. അപ്പൊ ദൈവം നമുക്ക് പ്രതികൂലമാണെങ്കിൽ നമുക്ക് അനുകൂലമായിട്ട് എത്ര ലക്ഷം പേര് ഫേസ്ബുക്കിൽ ഉണ്ടെങ്കിൽ എന്നാ പ്രയോജനം? ഈ വാക്യം എഴുതുമ്പോൾ 1 പത്രോസ് 5:1 മുതലുള്ള വാക്യങ്ങൾ ശുശ്രൂഷകന്മാർക്ക് വേണ്ടി എഴുതുമ്പോൾ താൻ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ ഈ ലേഖനത്തിൽ വരുമ്പം പഠിക്കുമെങ്കിലും ഇപ്പോഴതിനൊരു അന്തരീക്ഷമുണ്ട്. ഞാൻ നിങ്ങളിൽ ഒരു കൂട്ടുമൂപ്പനാണ് എന്നാ പറയുന്നത്. ഞാൻ നിങ്ങളുടെ മുകളിൽ നിൽക്കുന്ന ഒരു പാസ്റ്ററാണെന്നല്ല, ഞാൻ നിങ്ങളുടെ ഒരു സഹശുശ്രൂഷകനാണ്. ഞാൻ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കൈവശമുള്ളവനാണ് എന്നല്ല പറഞ്ഞത്. പത്രോസ് അത് കർത്താവിനെ ഏൽപ്പിച്ചു. കർത്താവ് പറയുന്നുണ്ട്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. പത്രോസ് താക്കോലും കിലുക്കിക്കൊണ്ടല്ല പത്രോസിന്റെ ലേഖനം എഴുതുന്നത്. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും. കഷ്ടാനുഭവം അതെല്ലാം മത്തായി 16 ഓർമ്മയാണ്. കഷ്ടാനുഭവം എനിക്കിഷ്ടമല്ലായിരുന്നു ഒരിടയ്ക്ക്, എന്നാൽ ഇപ്പൊ അത് മാറി. ഇപ്പോൾ ഞാൻ കഷ്ടാനുഭവത്തിന് സാക്ഷിയാണ്. ആ വാക്കുകളെല്ലാം ശ്രദ്ധിക്കണം. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും. താൻ അത് എടുത്തു പറയുക. അത് മത്തായി 16 ഓർമ്മയാണ്. വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയും. തേജസ്സും കഷ്ടതയും തമ്മിൽ ഭയങ്കര കണക്ഷൻ ഉണ്ട്. സ്തോത്രം. തേജസ് വേണോ? കഷ്ടത്തിലൂടെ പോകണം. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. സ്തോത്രം, 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 സ്തോത്രം. തേജസ്സിന് കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവീൻ. പാസ്റ്റേഴ്സിനുള്ള പ്രബോധനമാണ്. അപ്പോൾ ഒരു പാസ്റ്റർ എന്ന നിലയിൽ പത്രോസിന് ഉണ്ടായ അനുഭവങ്ങൾ തന്റെ ഓർമ്മയിൽ വരികയാണ്. താൻ താഴോട്ട് വരുമ്പോൾ ജൂനിയേഴ്സിനോട് പറയുകയാണ്, ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ. സ്തോത്രം. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. ഒത്തിരി ചിന്തകളാണ്. നമ്മൾ വീണ്ടും കർത്താവ് അനുവദിച്ചാൽ ഈ 5-ാം അധ്യായം വരെ വരുമായിരിക്കും, ഒന്നും പറയാനൊക്കത്തില്ല. അന്നേരം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്നാലും മനോഹരമാണ് ഈ വാക്കുകൾ. അവിടെ തന്നെ സാത്താന്റെ കാര്യവും പറയുന്നുണ്ട്. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരഞ്ഞു ചുറ്റി നടക്കുക. എപ്പോഴാ വിഴുങ്ങുന്നതെന്നറിയാവോ? നിങ്ങൾക്ക് നെകളം വരുമ്പോൾ. എന്നെ വിഴുങ്ങിയതാന്നാ പറയുന്നതിന്റെ അർത്ഥം. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് 1 പത്രോസ് 5:8 ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരഞ്ഞ് ചുറ്റി നടക്കും. എന്നെ ഒരിക്കൽ വിഴുങ്ങിയതാ. എന്റെ കർത്താവ് ഇടപെട്ട് അവന്റെ വായിന്ന് പിടിച്ചു വലിച്ചൂരിയെടുത്തതാ. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ ലേഖനം എഴുതുന്നത്. പത്രോസിന്റെ സുപ്രധാനമായ 2 അബദ്ധങ്ങൾ ഇന്ന് നമ്മൾ കണ്ടു. എന്തിനാ ഇത് കാണുന്നേ? ഈ അബദ്ധം നമുക്ക് എത്രയോ തവണ പറ്റി.
ഇനി എത്രയോ തവണ പറ്റാൻ പോകുന്നു. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ, ഒന്ന് കണ്ണടച്ചാട്ടെ. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ. ചേർന്ന് പാടാം. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. പിതാവേ, ഞങ്ങളെ സമർപ്പിക്കുന്നു.